മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞതാണ്, ഇന്നലെയും പറഞ്ഞതാണ്. ഇന്നലെ ഞാൻ ആറ്റുകാൽ ഭഗവതി ക്ഷേത്ര പരിസരത്തൊക്കെ പോയി. എൻ്റെ മകൾ അതിനടുത്താണ് താമസിക്കുന്നത്. ഞാൻ വെറുതെ കാര്യങ്ങൾ ചോദിച്ചു. ധാരാളം ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ ഒരു വശത്തുള്ള പ്രദേശമാണത്. അവിടെയെല്ലാം ഈ പൊങ്കാലയിടാൻ അവരനുവദിക്കുമോ എന്ന് ചോദിച്ചു. ഒരേ സ്വരത്തിൽ അവരെല്ലാം പറഞ്ഞത് ഏത് വീട്ടിലും പൊങ്കാലയിടാൻ അനുവദിക്കും. ചില വ്യക്തികൾ അതിനോട് തീരെ താല്പര്യമില്ലാത്തവർ, ചിലപ്പോൾ ഹിന്ദുക്കളായിരിക്കാം, ചിലപ്പോൾ ക്രിസ്ത്യാനികളായിരിക്കാം, ചിലപ്പോൾ മുസ്ലിങ്ങളായിരിക്കാം, ഏത് വിഭാഗത്തിൽപ്പെടുന്നവരുണ്ട്. അവരുടെ വീട്ടിനകത്ത് ഇവർ വന്നിരിക്കുന്നതും വെള്ളം ഉപയോഗിക്കുന്നതും ഉറങ്ങുന്നതും ഇഷ്ടമില്ലാത്തവർ ഗേറ്റ് ലോക്ക് ചെയ്തിട്ട് അവർ പോകും. അത് ഇപ്രാവശ്യം എന്നല്ല, ഏത് പ്രാവശ്യവും അങ്ങനെയാണ്. ഈ ക്രിസ്ത്യൻസും മുസ്ലിംസും അവരുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പൊങ്കാലയിടുമ്പോൾ അവർക്ക് ശല്യമാവില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ആരും ശല്യമായിട്ടുള്ളതായിട്ട് പറഞ്ഞിട്ടോ ഇതായിട്ടോ കേട്ടിട്ടില്ല. ഇവർക്ക് അത്ഭുതകരമായിട്ട് എനിക്ക് കേൾക്കാനും കാണാനും സാധിച്ചത്, ഏത് വീട്ടിൽ എത്ര പേര് പൊങ്കാലയിടുന്നോ അവർക്കെല്ലാമുള്ള ഭക്ഷണം ആ വീട്ടുകാരാണ് ഉണ്ടാക്കുന്നത്. നല്ല രീതിയിൽ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്നവരുണ്ട്, വിഭവ സമൃദ്ധമായ സദ്യ ഉണ്ടാക്കി കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനികളില് മുസ്ലിങ്ങളില് ഒരാൾ പോലും അത് ചെയ്യാതിരിക്കാറില്ല. മതത്തിന്റെ പേരിൽ ചെയ്യാതിരിക്കാറില്ല, സൗകര്യത്തിന്റെ പേരിൽ ചിലപ്പോൾ ഏത് വിഭാഗക്കാരും ചെയ്യാതിരിക്കാറുണ്ട്. അവിടെ മണക്കാടിനപ്പുറത്തൊരു പള്ളിയുണ്ട്, മുസ്ലിം പള്ളി. അവിടെ ഫുള്ളായിട്ട് പൊങ്കാല ഇടാറുണ്ട്. ഇപ്പൊ എന്തോ പൊങ്കാല ഇടിക്കാതിരിക്കാൻ വേണ്ടി ടൈൽസ് ഒട്ടിച്ചു എന്ന് പറയുന്നത് കേട്ടു. എന്തായാലും വെള്ളവും ബാക്കി എല്ലാ സൗകര്യങ്ങളും അവർ കൊടുക്കുന്നുണ്ട്. ഇനി അവർ ടൈൽസ് ഒട്ടിച്ചത് പൊങ്കാല ഇടാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് എന്നോട് പറഞ്ഞവർ പറയുന്ന വീക്ഷണമായിരിക്കണമെന്നില്ല അവരുടെ. അവർ ടൈൽസ് ഇടാൻ തീരുമാനിച്ചു, അത് പൊങ്കാല ഇടുന്നവർക്ക് തോന്നി അവർക്ക് എതിരാണെന്ന്. അങ്ങനെയാണെങ്കിൽ തോന്നിയവരുടെ കുഴപ്പമാണ്, അവരുടെ കുഴപ്പമല്ല. ഏതായാലും ഇത്ര ഈ 40-45 ലക്ഷം പേർക്ക് അത് മുഴുവനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് ഒന്നില്ലെങ്കിൽ സന്നദ്ധ സേനകള്, അല്ലെങ്കിൽ 90% ഇവർ പൊങ്കാലയിടാൻ ഏത് വീട്ടിലാണോ വരുന്നത് അവിടെ ഉള്ളവരാണ് ഈ വിഭവ സമൃദ്ധമായ സദ്യ. അവിടെയുള്ള ബാത്റൂം ഉപയോഗിക്കാം, അവിടെയുള്ള വെള്ളം ഉപയോഗിക്കാം, എല്ലാ സൗകര്യങ്ങളും. ഒരു പരിചയമില്ലാത്തവരാണെങ്കിൽ പോലും ഗംഭീരമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിനോട് ഒരാൾക്കും എതിർപ്പില്ല. മാത്രമല്ല, ഒരു നേരത്തെ ഭക്ഷണമല്ല, പലപ്പോഴും തലേ ദിവസം വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്കല്ല, വൈകുന്നേരം, രാത്രി, പിറ്റേ ദിവസം രാവിലെ, പിറ്റേ ദിവസം ഉച്ചയ്ക്ക്, ഏതാണ്ട് 24 മണിക്കൂർ ഫുൾ ഭക്ഷണം കൊടുക്കണം. ബാത്റൂമും വെള്ളമൊക്കെ ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ. അതിൽ എല്ലാ മതസ്ഥരും ഒരേപോലെ പങ്കെടുക്കുന്നു. ആ ഒരുപോലെ പങ്കെടുക്കുന്നു എന്നുള്ളത് ആരുടെയും നിർദ്ദേശപ്രകാരമൊന്നുമല്ല. അതിൽ ആറ്റുകാലമ്മയോട് വിശ്വാസമുള്ളവരുണ്ട്, വിശ്വാസം തീരെ ഇല്ലാത്തവരുള്ള മതക്കാരുണ്ടാവും. പക്ഷെ അവരത് ചെയ്യുന്നു. അപ്പൊ ഈ ചെറിയ സംഭാരം പള്ളിയുടെ മുമ്പിൽ നിന്ന് കൊടുക്കുന്നു, വെള്ളം പള്ളിയുടെ മുമ്പിൽ നിന്ന് കൊടുക്കുന്നതല്ല മതേതരത്വം. 24 മണിക്കൂറും ശരിക്കും ഒരു കാരണവശാലും ഈ തലവേദന തലയിലെടുത്ത് വെക്കാൻ താല്പര്യം ഇല്ലാത്തൊരു കാലഘട്ടത്തില് വീട്ടിൽ വന്ന് പൊങ്കാലയിടുന്ന 20 പേർക്കും 25 പേർക്കും 24 മണിക്കൂറും അല്ലെങ്കിൽ 16 മണിക്കൂറും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ഒരു മതത്തിൽപ്പെട്ടവനും ഒരു ഇസത്തിൽപ്പെട്ടവനും എതിർപ്പില്ല. ഇതാണ് യഥാർത്ഥ പ്രായോഗിക മതേതരത്വം. ഈ മതേതരത്വം എന്നുള്ള വാക്ക് ഇന്ന് പറയുന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. മതങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വം, മതേതരത്വം എന്നുള്ളതിനേക്കാൾ നല്ലത് സഹവർത്തിത്വം എന്ന വാക്കാണ്. ആ സഹവർത്തിത്വം കണ്ടിട്ട് വേണ്ടിയിരുന്നു നമ്മുടേതായിട്ടുള്ള നന്മകൾ പ്രചരിപ്പിക്കാൻ. ഞാൻ അമർനാഥിലേക്ക് പോകുമ്പോഴത്തേക്ക് ഞാൻ വളരെയധികം ക്ഷീണിച്ചു. ഒന്ന് എല്ലാ BP ഉണ്ട്. നടന്ന് കയറാൻ പറ്റാതെ വരുമ്പോൾ, കുതിരപ്പുറത്ത് എനിക്ക് പോകാൻ സാധിക്കില്ല. നടന്ന് പോകുമ്പോൾ വഴി മുഴുവൻ മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. ആ വഴിയിൽ കുതിരകളെ കൊണ്ടുവരുന്നതും ചായ വെച്ച് തരുന്നതും, ലങ്കർ കഴിഞ്ഞാൽ കയറ്റം തുടങ്ങിയാൽ പിന്നെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ മുസ്ലിങ്ങൾ തന്നെ കാല് വെച്ച് തരും. ഇങ്ങനെ
ഞാൻ മുസ്ലിം എന്നുള്ളത് ഒരു മതത്തിൽ ഒരു 100 പ്രാവശ്യം പറഞ്ഞതല്ല. വേറെ വാക്കുകളൊന്നും ഉപയോഗിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ മുസ്ലിം എന്ന് പറഞ്ഞതാണ്. അപ്പൊ അവരിങ്ങനെ കാല് വെച്ച് തരും. ആ കാലിൽ ചവിട്ടിട്ട് കയറിക്കോളാൻ പറയും. അയാൾക്ക് 10 പൈസ കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമില്ല, അയാൾക്ക് ആരും പൈസ കൊടുക്കാറില്ല. കുതിരയ്ക്ക് പൈസ ഉണ്ട്, അതുകൊണ്ട് അതനുസരിച്ചിട്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെ കൈപിടിച്ച് അവരെ തന്നെ ഉയർത്തും, അവരെ തന്നെ മുകളിലേക്ക് കയറ്റും. അവിടെ അമർനാഥിൽ അടുത്തെത്തിക്കഴിഞ്ഞാൽ ഈ നല്ല തടിയുള്ള പുരുഷന്മാര്, സ്ത്രീകൾ, വയസ്സായവരുണ്ട്. ഇവർക്ക് ഈ 2 മീറ്റർ കനത്തില് സ്നോ ആണ് ഇവിടെ. ഇപ്പൊ കാല് വെച്ചാൽ ചിലപ്പോൾ താന്നു പോകും. ആരെങ്കിലും പിടിക്കാൻ വേണം, പിടിക്കാൻ അവിടെ ഒന്നുമില്ല. ഈ കുതിര ഇവരെ കൊണ്ടുവരുമ്പോ ഇവരെ പിടിച്ച് ആ അമർനാഥ് സ്നോ വിഗ്രഹമാണ്, ശിവന്റെ വിഗ്രഹം, ഐസ് വിഗ്രഹമാണ്. ആ ഐസിന്റെ മുമ്പിൽ കൊണ്ടുപോയി പിടിച്ച് നിർത്തി ഇവരുടെ ചെരുപ്പ് ഊരിയാൻ വേണം. മുളയ്ക്ക് കയറുമ്പോൾ ആ ചെരുപ്പ് ഊരി കഴിഞ്ഞ് ഇവർ തിരിച്ചു വരുമ്പോൾ അത് കിട്ടുകയും വേണം. അത് കാരണം വെക്കാനുള്ള സ്ഥലം സൂക്ഷിക്കും. അവിടെ നിന്നുകൊണ്ട് ആ ഐസിന്റെ ശിവലിംഗം തൊഴുത് തീർന്ന് ഇവരെ ഈ തിരിച്ചു കൊണ്ടുവരുന്നത് വരെ 100% ഹെൽപ്പ് ചെയ്യുന്നത് മുസ്ലിങ്ങളാണ്. ശരിക്കും ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ആ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ അതിന്റെ വീഡിയോ എടുത്ത് ടി വിയിലൊക്കെ കാണിച്ചിരുന്നെങ്കിൽ ഈ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സ്പർദ്ധ കുറയാൻ എത്ര നല്ലതാണ്. പിന്നെ ആ അമർനാഥ് ക്ഷേത്രത്തിന്റെ വഴിയിൽ ക്ഷേത്രത്തിന്റെ അടുത്തെത്തുമ്പോൾ 1 കിലോമീറ്ററോളം ദൂരം 2 സൈഡിലും കടകളുണ്ട്, പ്രസാദമുണ്ട്. അത് മുസ്ലിങ്ങളല്ലാതെ വേറെ ഒരാൾക്കും അവിടെ കടയിടാനുള്ള പെർമിഷൻ ഇല്ല. ഇപ്രാവശ്യം പോകുമ്പോൾ ഒരു സർദാർജി ഉണ്ടായിരുന്നു. 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അയാളോട് മാറാൻ പറഞ്ഞിരുന്നു. അത് മുസ്ലിങ്ങളുടെ അവകാശമാണ്. തല കാട്ട ഐസിന്റെ പുറത്താണ് ഈ കടകളൊക്കെ ഇരിക്കുന്നത്. ചൂടുവെള്ളം വേണമെങ്കിലും അവരെ ആശ്രയിക്കണം, കിടക്കണമെങ്കിൽ അവരെ ആശ്രയിക്കണം, ഭക്ഷണം വേണമെങ്കിൽ ലങ്കർ, അത് ഹിന്ദുസിന്റെ ഉണ്ട്. ഇവരുടെ ഭക്ഷണം ഇല്ല, പ്രസാദത്ത് മുഴുവനും ഇവരുടെയാണ്. അപ്പോൾ ശരിക്ക് ഇതുമാതിരിയുള്ള കാര്യങ്ങൾ നമ്മുടെ ഭീമാ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ എത്ര 1000 ഹിന്ദുക്കളാണ് വരുന്നത്. ഇങ്ങോട്ട് മാത്രമല്ല, അങ്ങോട്ടും ഉണ്ട്. ഇവിടെ ഈ വെട്ടുകാട് പള്ളിയിൽ, വേളാങ്കണ്ണി പള്ളിയിലേക്കൊക്കെ ഹിന്ദുക്കൾ പോവാറുണ്ട്. ഒരു മതത്തിനെ ആവശ്യമില്ലാതെ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ സഹായിച്ച് മതത്തിലെ ആൾക്കാർ തമ്മിൽ വിള്ളലുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുത്ത് ഹിന്ദുവിനെ അവഹേളിച്ച് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് കഷ്ടം തോന്നിയത് സുഗതകുമാരി ഉൾപ്പെടെയുള്ളവരുടെ വരിയാണ്. അവര് ശ്രീകൃഷ്ണനെ കുറിച്ചും ബാലഗോകുലത്തിൻ്റെയൊക്കെ തലപ്പത്തിരുന്ന വ്യക്തിയാ. ഇപ്പൊ ഏതാണ്ട് ഒരു 5-6 പ്രാവശ്യമായി ഞാൻ കാണുന്നു ക്രിസ്ത്യൻസിന്റെ കാര്യങ്ങൾ മാത്രം പറയാൻ വേണ്ടിയിട്ട് ആ വേദിയിൽ വന്ന് വാർദ്ധക്യത്തിൽ പ്രത്യേക രീതിയിൽ എത്തിയ മാതിരി തോന്നുന്ന രീതിയിലുള്ള വാക്കുകൾ. ഏത് സദസ്സിലും ആർക്കും പോവാൻ സ്വാതന്ത്ര്യമുണ്ട്. അവിടെ ചെന്ന് അവര് മാത്രമാണ് നല്ലത് ചെയ്യുന്നതെന്നും ഇവിടെ വന്ന് ഇതിനെതിരെയും നിങ്ങൾ അത് കണ്ടുപഠിക്കണമെന്നും എല്ലാം പറയുമ്പോൾ ഇവിടെ നിന്ന് കണ്ടുപിടിക്കാനും അവർക്ക് ധാരാളം ഉണ്ടെന്നുള്ളത് കൂടി ഒന്ന് പറഞ്ഞുകൂടെ? അവിടെ ചെല്ലുമ്പോൾ വോട്ട് ബാങ്ക് കിട്ടാൻ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ സാംസ്കാരിക നേതാക്കന്മാരും പറയുമ്പോൾ അതല്ല മതേതരത്വം. സഹവർത്തിത്വം എന്ന് പറയുന്നത് ഈ ആറ്റുകാലിൽ കാണുന്നതും അമർനാഥിൽ കാണുന്നതും അല്ലെങ്കിൽ അതേപോലെയുള്ള മതം മാറ്റാൻ വേണ്ടി അല്ലാത്ത വിധത്തിൽ ഹിന്ദുക്കൾ വെട്ടുകാട്ട് പള്ളിയിൽ പോകുന്നതും ഭീമാ പള്ളിയിൽ പോകുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ മതപരിവർത്തനമാണ് അതിന്റെ പുറകിൽ ഉദ്ദേശമെങ്കിൽ അത് 100% എതിർക്കേണ്ടതും നിരാകരിക്കേണ്ടത് കൂടിയാണ്. ഈ മത സഹവർത്തിത്വം ആറ്റുകാലിൽ ഇന്നലെ കാണാൻ സാധിച്ചതും കേൾക്കാൻ സാധിച്ചതും നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. അല്ലാണ്ട് പള്ളിയുടെ മുമ്പിൽ സൂസവാക്യമോ ബിഷപ്പോ മൗലവിയോ കുറച്ച് സംഭാരം കൊടുക്കുന്നതല്ല വലിയ മതേതരത്വം എന്നുകൂടി മാതൃഭൂമി പോലെയുള്ള പത്രത്തെ ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.